നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇതിപ്പോ മൂന്നാറിന്ന് കാന്തല്ലൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വിഷ്വൽസ് തന്നെ മുൻപ് വന്നൊരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാന്തല്ലൂരിൽ ആപ്പിൾ കാണാൻ പോയ വീഡിയോയിൽ അന്നത്തെ ദിവസം തന്നെ എടുത്തതാണിത്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മറയൂരിൽ ഒരു ശർക്കര ഫാക്ടറി കൂടി ഞങ്ങളന്ന് വിസിറ്റ് ചെയ്തിരുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടേണ്ടെന്ന് എഴുതി 2 ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ആ ശർക്കര ഫാക്ടറിയുടെയാണ് കേട്ടോ. നമുക്ക് മെയിൻ റോഡ് വിട്ടിട്ട് ഇനി ഈ റോഡിലേക്ക് കയറണം. മെയിൻ റോഡ് നേരെ പോകുന്നത് മറയൂർ ടൗണിലേക്കാണ്. അപ്പൊ നമുക്ക് ശർക്കര ഫാക്ടറിക്ക് പോകണമെങ്കിൽ ഈ റൂട്ടിലേക്ക് പോകുന്നതാണ് എളുപ്പം. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എല്ലായിടത്തും സൈൻ ബോർഡുകളുണ്ട്. അതുകൊണ്ട് മാപ്പില്ലെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പോവാം. റോഡ് കുറച്ച് മോശമാണെങ്കിലും ഈ ചന്ദനക്കാടുകൾക്കിടയിലൂടെ പോവാൻ ഒരു രസമൊക്കെ ഉണ്ട്. മെയിൻ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഉള്ളോട്ട് കയറി ഇവിടേക്ക് പോകുന്നത് ഇതിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ഒരേ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ജാഗരി പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഈ പറയുന്ന സെന്റ് ജോസഫ് ഫാം. ആളുകളൊക്കെ താമസിക്കുന്ന ഒരിടം എത്തിയിട്ടുണ്ട്. നാച്ചുവയൽ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇപ്പൊ നമ്മളിവിടെ ശർക്കര ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ദേ ഒരു ചന്ദനമരം കണ്ടോ? ചെറിയൊരു ചന്ദനമരം. ശർക്കര ഫാക്ടറിക്കകത്തേക്ക് കയറണമെങ്കിൽ 50 രൂപയാണ് പ്രവേശന ഫീസ്. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് പ്രഷർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. ഇതിലെ കരിമ്പിടുവാണ്. சொல்லிட்டு உங்களுக்கு சொல்றேன்க்கா. മലയാളം പുരിയുമാ? കരിമ്പിടുമ്പോഴത്തേക്കും ജ്യൂസ് ഇതിൽ അരിഞ്ഞു വന്ന് ആ ടാങ്കിൽ ചെന്ന് സ്റ്റോർ ചെയ്യുന്നു. അവിടുന്ന് 3 പ്രാവശ്യം ഫിൽട്ടർ ചെയ്തിട്ടാണ് ശർക്കര ഉണ്ടാക്കാനായിട്ട് പമ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ അരിഞ്ഞു വരുന്ന വേസ്റ്റ് അതായത് നേരെ ഡ്രയറിലോട്ട് ചെന്ന് ഉണങ്ങുന്നു. എന്നിട്ട് അത് നേരെ അടുപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. ഈ വേസ്റ്റ് കത്തിച്ചിട്ടാണ് ഈ കരിമ്പിന്റെ ജ്യൂസ് കുറുക്കി ശർക്കരയാണ്. ജ്യൂസ് എടുത്തതിന് ശേഷം വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ കരിമ്പിന്റെ, അതുപയോഗിച്ച് അത് കത്തിച്ചിട്ടാണ് ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് 0% വേസ്റ്റ്. ഇതാണ് ഇവിടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീൻ. ഇതിൽ 2-3 തവണയായിട്ട് കരിമ്പ് വച്ച് കൊടുക്കേണ്ടി വരും ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ. ഇപ്പോൾ ഉള്ളതിൽ ഒറ്റ തവണ കൊണ്ട് തന്നെ എടുക്കാമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് അരിഞ്ഞു വരുന്ന വേസ്റ്റ് ഡ്രയറിൽ ചെന്ന് ഉണങ്ങി അതിൽ നേരെ അടുപ്പിലോട്ട് തന്നെ പോകുന്നു. വേറെ അടുപ്പാണ്. അടുപ്പിന്റെ ഉൾവശം അറിയാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ മുകളിൽ ശരിക്കും ഒരു പാൻ വരുന്നുണ്ട്. അടുപ്പിൽ എത്ര തീ ഉണ്ടെങ്കിലും മുകളിലത്തെ പാത്രത്തിന് അടുപ്പിന് ചൂട് കാണത്തില്ല. അടുപ്പ് വെക്കാനുള്ള ഓക്സിജൻ താഴെ ഹോളിൽ കൂടെ വരാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാട്ടുമാവിന്റെ തടിയേറ്റ് ശർക്കര തോന്നി കാട്ടുമാവിന്റെ തടി കൊണ്ടുണ്ടാക്കിയ ആ ഒരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിക്കുന്നതെന്ന്. അതായത് അത്ര ചൂടിലാണല്ലോ ഇവര് ഇതിലേക്ക് ഒഴിക്കുക. അപ്പം സാധാരണ തടിയൊക്കെ ആണെങ്കിൽ അതിന്റെ കറ ഇളകി രുചി വ്യത്യാസം വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നിട്ട് 2 വട്ടം ഫിൽട്ടർ ചെയ്യും. 2 വട്ടം ഫിൽട്ടർ ചെയ്തതിന് ശേഷം ശർക്കര ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുക്കും. എന്നിട്ട് ഇവിടുന്ന് 1 മണിക്കൂർ തിളപ്പിക്കും. ഇത് ജ്യൂസ് വിട്ടിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് അത് മാത്രം എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. വേസ്റ്റ് പതിഞ്ഞ് വരുന്ന വേസ്റ്റ് മൊത്തം മാനുവലി കോരി കളയുവാണ്. ഒരു അരിപ്പയുണ്ട് അവിടെ. അരിപ്പയും കൂടെ ആ പാത്രത്തിൽ കോരി കളയും. ആ വേസ്റ്റ് വളമായിട്ട് ഉപയോഗിക്കുവാണ്. പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം സെൻറ്ററിലെ വാൽവ് തുറന്ന് ഇപ്പോഴത്തെ പാനിൽ പകർത്തും. അവിടെ നിന്ന് 1 മണിക്കൂർ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുവാണ്. അതായത് 600 ലിറ്റർ ജ്യൂസ് 100 ലിറ്ററാക്കി വറ്റിച്ചെടുക്കുന്നു. നന്നായിട്ട് വറ്റി കുറുകിയതിന് ശേഷം ആ സെൻറ്ററിലെ ലിവർ തുറന്ന് അപ്പുറത്ത് ശർക്കരത്തോണിയുണ്ട്, അതിൽ അരിപ്പ വെച്ച് അരിച്ച് വയ്ക്കുന്നു. അപ്പുറത്തെ കൂടെ പോകുമ്പോൾ കാണാം. ഈ അടുപ്പിലെ ചൂട് തന്നെ അതിലെ ഫാൻ വെച്ച് വലിച്ചെടുത്തിട്ടാണ് ഡ്രയറിലെ വേസ്റ്റ് ഉണങ്ങുന്നത്. ഇത് എത്ര തിളയ്ക്കുവാണേലും പാത്രത്തിനോ അടുപ്പിനോ ചൂട് കാണത്തില്ല. തൊട്ട് നോക്കിയാൽ അറിയാം. ഇല്ല ജ്യൂസ് ഇവര് നേരത്തെ പറഞ്ഞെങ്കിലും അതങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കണ്ടോ, ഈ പാത്രത്തിൽ നമുക്ക് പിടിച്ചാൽ പോലും ചൂടില്ല. ഇതിനകത്തുള്ള സംഭവം 250 ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓർക്കണം.
ഇതേ ഹീറ്റ് സക്ക് ചെയ്ത് ആ ഡ്രയറിൽ എത്തിച്ചിട്ടാണ് ഈ കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കുന്നത്. അടിപൊളി സംഭവം. ഇപ്പോൾ എത്താനുള്ള എയർ ഇതിലെ വരാനുള്ള ഇതിൽ ഡയറക്റ്റ് അടുപ്പിലോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ശക്തിക്ക് കാറ്റ് വരുന്ന കാരണം ഡ്രയറിൽ കൂടെ വല്ലാതെ പൊടി വറക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. കാട്ടുമാവിൻ്റെ തന്നെ ശർക്കര തോണിയാണ്. ഇത് അങ്ങോട്ട് നീക്കി വെച്ച് അവിടെ വെച്ചേക്കുന്ന അരിപ്പ വെച്ച് ആ ലിവർ തുറന്ന് അരിച്ചൊഴിക്കുകയാണ്. എന്നാ വിഷു അരിച്ചൊഴിക്കുക ചെയ്യുന്നത്. എന്നിട്ടൊരു 20 മിനിറ്റ് ആറാനിടും. എന്നിട്ട് ഉരുണ്ട് കിട്ടാൻ വരുവാകുമ്പോഴത്തേക്കും ചൂടോടെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി മാറ്റുവാണ്. നന്നായിട്ട് ആറിയതിന് ശേഷമല്ല, ഉരുട്ടുന്ന ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ചൂടോട് ഉരുട്ടിയാലേ ഉള്ളൂ. ആറിപ്പോയി കഴിഞ്ഞാൽ പൗഡർ പിടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ, നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചൂടോട് പിടിച്ചാലേ ഉള്ളൂ. ഈ ഇതിനകത്തോട്ട് ഒഴിക്കുന്ന ലിക്വിഡിനകത്ത് ആ കരിമ്പിൻ്റെ സിറപ്പ് തന്നെ അതിനകത്തോട്ട് ചുക്ക്, ഏലക്ക, ജീരകത്തിൻ്റെ ഒക്കെ പൗഡർ ആഡ് ചെയ്ത് ചുക്കുണ്ട ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ ശർക്കര മിഠായി, ആ കാണുന്ന ശർക്കര മിഠായിയാണ്. അതായത് ഇതിനകത്തോട്ട് ഒഴിക്കുന്ന സിറപ്പ് ഇളം പാക് ഒരു പലകയിൽ ഒഴിച്ച് ചുക്ക്, ഏലക്ക, ജീരകത്തിൻ്റെ ഒക്കെ പൗഡർ ആഡ് ചെയ്ത് തേച്ചെടുക്കും. ഒരു 30-40 സെക്കൻഡ് തേച്ചെടുക്കും. അതിന് സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. അത് ശർക്കര മിഠായി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഏലാദിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കാണും. കഫക്കെട്ടിനൊക്കെ കഴിക്കാൻ നല്ലത്. ഇതിനകത്ത് ഹൈഡ്രോസൾഫേറ്റ്, പഞ്ചസാര അങ്ങനൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഇവർക്ക് ഭാരത് ഗ്യാസിന്റെ ഒരു ഏജൻസിയും കൂടെ ഉണ്ട്. അതാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഈ നീല കോട്ടിട്ട് നടക്കുന്നത്. ഈ പാസ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് ഇവിടുന്ന് സാമ്പിള് തരും ശർക്കര. അല്ലാതെ വരുന്നവർക്കും തരുമായിരിക്കും, ചെറിയൊരു സ്പൂണിൽ അല്പം. 120 പറഞ്ഞേ, 140. അപ്പോൾ ആ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തു വന്നു. കേരളത്തിൽ ഇത്തരത്തിൽ ഒരേ ഒരെണ്ണം ഉള്ളതെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അത് സത്യമായിരിക്കും. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ശർക്കര ഒരു രക്ഷയില്ല, കിഡിലും രുചി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ശർക്കര പോലെയല്ല, മറ്റെന്തോ ഒരു പലഹാരം കഴിക്കുന്ന സ്വാദോടുകൂടിയാണ് ഞങ്ങളത് കഴിച്ചത്. 3-4 കിലോ മേടിച്ചിട്ടുമുണ്ട്. കിലോയ്ക്ക് 140 രൂപയാണ് വില. പക്ഷെ ഇവരുണ്ടാക്കുന്ന ആ ഒരു ക്വാളിറ്റിയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും ഒരു കൂടുതലല്ല. പിന്നെ പറയാനുള്ളത്, ആ ഫാക്ടറിക്ക് അകത്തോട്ട് കയറണമെങ്കിൽ 50 രൂപയാണ് ചാർജ്. അത് സത്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ആ പാത്രം കാണിച്ചില്ലേ, അകത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുറമെ നമുക്ക് ഒട്ടും ചൂടില്ലാത്ത ആ ഒരു ടെക്നോളജിയും സംഭവങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.